പിന്നെ എല്ലാരും ചായ കുടിച്ചല്ലോ. വയ്യാത്ത കുട്ടിയാണേ വല്ലതും തരണേ. കീർത്തിയെ കാണാനില്ല, മാഞ്ഞോയാ പറഞ്ഞ ഗോപിക ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണ്? അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വാട്ടർ പ്രൂഫ് ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം. ഓക്കെ, പവർസോൺ ഫിറ്റ്നസ് ഏറോത്ത് കോംപ്ലക്സ് അരൂർ കോട്ടുമുക്ക്. ഇവിടെയാണ് പാർക്കിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏരിയ ഉണ്ട്, നല്ല ഏരിയ ഉണ്ട് പാർക്കിങ്. നമ്മുടെ വണ്ടി അടക്കുന്ന റെഡ് ഉണ്ടോ? ഇതാണ് പാർക്ക്. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോയാലോ? യെസ്. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങുന്ന സ്പോട്ട് കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് വാട്ടറിലൊക്കെ ഇറങ്ങണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുത്താലേ ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് കൊണ്ടുവരണം. സ്പോട്ട് കണ്ടോ, അടിപൊളിയായിട്ട് എല്ലാം ഇപ്പോൾ ഓപ്പൺ ആകുന്നതുകൊണ്ട് നല്ല കിടിലമായിട്ട് പണി ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൊളിയാണ്. ബാക്കി നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് കാണാം. അപ്പോൾ എന്തായാലും വന്നിട്ട് സ്റ്റാർട്ടിങ് ആദ്യം നമുക്ക് എന്തായാലും ജ്യൂസ് കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതെവിടെ നിന്നല്ലേ? ഇവിടെ നിന്നാണ് ജ്യൂസ് കുടിക്കുന്നത്. അപ്പോൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുടിച്ചിട്ട് നമുക്ക് ഓരോ റൈഡുകൾ സ്റ്റാർട്ട് ചെയ്യാം. വാട്ടർ മിലൻ അല്ലേ? യെസ്, വാട്ടർ മിലൻ. നീ എന്താ ഓർഡർ ചെയ്തേ? മിൻറ്റ് ലൈം. ഓക്കെ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ മിൻറ്റ് ലൈം, ഞാൻ ഗ്രാപ്സ് ആണ് ഓർഡർ ചെയ്തത്. മാംഗോ. ഓക്കെ, സമയം എടുക്കുമോ? ഓക്കെ, ആദ്യം നമ്മൾ കുട്ടികൾക്കുള്ള പാർക്കിലാണ് വന്നത്. അപ്പോൾ അവരുടെ പാർക്കിലെ ഗെയിം ഫസ്റ്റ് നമുക്ക് കാണാം. ഫസ്റ്റ് റൈഡ് ഇതാണ് കേട്ടോ, കുട്ടികളുടെ റൈഡിലാണ് നമ്മൾ വന്നത്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തായാലും നമുക്ക് അവരുടെ കുഞ്ഞു കുഞ്ഞു റൈഡുകൾ കാണാം. എന്താ പേരെന്താ? മോളുടെ പേരെന്താ? അമാലി. മറ്റേ നൈസ് നൈസ്. എവിടെ വീട്? എവിടെ? തലശ്ശേരി. ആ, ഓക്കെ ഓക്കെ. ഫുഡ് കഴിച്ചോ? എത്രയല്ലേ പഠിക്കുന്നത്? 8-ലോ? മോളോ? ഇനി 4-ല്. ഓക്കെ. നേരത്തെ വന്നോ? വന്നോ? ഓക്കെ, ഹാപ്പി ജേർണി. അടിച്ചു പൊളിച്ചോ? ഓക്കെ. അങ്ങനെ കഥാനായിക ഗ്രേപ്സുമായി ഇതാ മെല്ലെ മെല്ലെ വരുന്നു. അതെനിക്കറിഞ്ഞൂടാ. എനിക്കുള്ള ജ്യൂസ് വന്നു, കീർത്തിക്കുള്ള ജ്യൂസ് ഒന്നും വന്നില്ല. അപ്പം ഞാൻ ജ്യൂസ് കുടിക്കാം. ഗ്രേപ്സ്. കണ്ണൂർ. നമ്മൾ അടുത്ത ട്രിപ്പ് കണ്ണൂരാണ്. ഇതാണ് ഇനിയുള്ള റൈഡ്. ഉണ്ടോ? പുതിയ റൈഡ്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് ഉണ്ടോ, അവർ ഹാപ്പിയാണ്. സെറ്റ്, കുഴപ്പമില്ല. കിഷോർ, ഈ റൈഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ? അടുത്ത റൈഡ് നോക്കിക്കോ. എന്താണ് അടുത്ത റൈഡ്? അങ്ങനെ ബൈക്കിൻ്റെ റൈഡ് കഴിഞ്ഞ് വരെയാണ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എടാ എങ്ങനെയുണ്ട്? അടിപൊളി. ബൈക്ക് ഓടിച്ചേ? ആദ്യം ബൈക്ക് ഓടിച്ചാ? എങ്ങനെയുണ്ട് കീർത്തി? എങ്ങനെയുണ്ട്? ഓക്കെ, അടുത്ത റൈഡിലേക്ക് പോവാം. അടുത്ത റൈഡ് സൈക്കിൾ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. യെസ്, അങ്ങനെ ആ റൈഡ് കയറിയിരിക്കുന്നു. സൈക്കിൾ വിടുന്ന ആദ്യമാണ്. എങ്ങനെയുണ്ടടാ സൈക്കിൾ? ഇടാ. ഓക്കെ, പോയിട്ട് വന്നിട്ടല്ലേ എക്സ്പീരിയൻസ് അറിയാൻ പറ്റുള്ളൂ. തുടങ്ങിയതേ ഉള്ളൂ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ റൈഡ് അവസാനിച്ചിരിക്കുന്നു. റൈഡിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദി എങ്ങനെയുണ്ടാ കീർത്തി? ഓക്കെ. ഗോപിക സൈക്കിൾ ഓട്ടി. ഓക്കെ, അടുത്ത റൈഡ് ഇപ്പോൾ. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്ന പണി ഒരു രക്ഷയില്ല അല്ലേ? പണി അടിപൊളിയല്ലേ? നല്ല അടിപൊളിയായിട്ടാണ് പണി ചെയ്തിരിക്കുന്നത്. ഫുള്ള് കാണിച്ചു തരാം, ഓരോ വൈബും കാണിച്ചു തരാം. അടിപൊളിയല്ലേ? കാണാൻ കണ്ട ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ?
അടുത്തിനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഓക്കെ, ഇവിടുത്തെ വൈബ് ഞാൻ പറഞ്ഞില്ലേ, അതിലൊന്ന് വേണ്ട ഇതാണ്. ഇങ്ങ് നോക്ക്, എന്ത് രസമാണ് നോക്കി നോക്ക്. പോന്നോട്ടെ, അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? യെസ്, അടുത്ത പുതിയ സ്പോട്ട്, പുതിയ ഗെയിമിൽ വന്നു. എങ്ങനെയുണ്ട് സ്പോട്ട് ഗോപി? പുതിയ സ്പോട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സ്പോട്ടും ഗെയിമും. യെസ്, അപ്പോൾ അടുത്ത റൈഡ് ഏതാണല്ലേ? പോ, അടുത്ത റൈഡില്ലേ? നീ കൂടെ പോയാൽ അത് കുഴപ്പമില്ല, പൊയ്ക്കോളൂ. അടുത്തത് ഏതാണ് റൈഡെന്നല്ലേ? ഈ ഗെയിമുള്ള ഈ ബോളിനകത്തൊക്കെ ചുറ്റിക്കറങ്ങി ലാസ്റ്റ് വന്ന് ഇതിനകത്തൂടെ ഇവിടെ വരും. ഇതിൽ കീർത്തിയും കയറിയാണ്. അതാണ് ആദ്യമാണെങ്കിൽ ഇതുകൊണ്ട് അവിടെ എത്തി. ഇനി അവിടെ നിന്നാണ് ഇതിനകത്തൂടെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്തായാലും അവർ വരുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം എങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഓക്കെ, വന്നോ? യെസ്, അത് അതിനകത്തൂടെ കറങ്ങിത്തിരി. പേടിക്കരുത്. അതാ കറങ്ങിതെത്തി. യെസ്, ഇനി 2 മുതുക്കുകൾ പോകണം. അവരെങ്ങനെ എത്തും നോക്ക്. അതാണ്ട് പോണ നോക്ക്. അതൊരു പോലെ ഇങ്ങോട്ടോ തിരിച്ചോ. ഇതാണ്ട് 2 മുതുക്കുകൾ. തിരിച്ചിറങ്ങി കീർത്തി അവിടെ കയറിക്കട. എന്നിട്ട് മറ്റേ ഇഴങ്ങി പോകും പോലെ പോ, പാമ്പ് പോകും പോലെ പോ. അതല്ലേ പുതിയ ഗെയിം. ഇതാണ്ട ഒരെണ്ണം. വയ്യാത്ത കുട്ടിയാണേ വല്ലതും തരണേ. പുതിയ ഓക്കെ. അതാ കീർത്തി അങ്ങനെ ഫസ്റ്റ് ബോളിൽ നിന്നും 2ാമത്തെ ബോളിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ബോൾ ഇതാണ്. സെക്കൻഡ് ബോള് ആദ്യ തേർഡ് 3ാമത്തെ ബോളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ്ടേ കയറി പോടാ ഇതേപോലെ കീർത്തി. അപ്പോൾ എന്താണ്ട് വരണം പോണത്. ഓക്കെ. അപ്പോൾ ആദ്യക്ക് കുഞ്ഞു കുട്ടികൾക്ക് എളുപ്പം കണ്ടു കേട്ടോ. ഇതാണ്ട ആദ്യം അടുത്ത റൈഡിലും വന്നു. യെസ്, പക്ഷേ ഗോപിക്ക് ഏകദേശം അങ്ങ് എത്തി. ഒരെണ്ണം ഇവിടെ കിടന്ന് ഇക്ഷായ്മ വരയ്ക്കുന്നു. ഗോപിക അങ്ങ് അവിടെ എത്തി. അതുണ്ട്. അതിന് കീർത്തി അങ്ങ് എത്തുമ്പോൾ നാളെ ആവൂടാ. കീർത്തി ഇവിടെ എത്തിയതേ ഉള്ളൂ. ആദ്യം മാറിക്കൊടു. കീർത്തി ആദ്യം പോട്ട് അതുവഴി പോയിട്ട് അല്ലെങ്കിൽ ഇതുവഴി വരാം. കീർത്തി ചെറുതിൽ വരാം. ഈ റൈഡ് എന്തായാലും വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതാണ്ടെ ഗോപി അങ്ങെത്തി. കീർത്തി പേടിച്ചിട്ട് തിരിച്ചിറങ്ങി. ഇതാണ്ട പോണ്. ഇതെവിടെ പോണ്? അയ്യേ, അവള് തിരിച്ചിറങ്ങണ്. ആദ്യം അങ്ങ് എത്തിയ ഗോപിക്ക് അതുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. കീർത്തി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കീർത്തി തിരിച്ചിറങ്ങിയാണ്. ഗോപി പോണോ? ആദ്യം വീട്ടിലെത്തി. ഇവിടെ കൂടുതലും കുട്ടികൾക്കാണ് റൈഡ് ഉള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത റൈഡിലേക്ക് പോവാം. ഓക്കെ, അടുത്ത റൈഡ് കാണിക്കണ്ടേ? യെസ്, പുതിയൊരു റൈഡ്. വേണ്ട, ഇത് കൊള്ളാം കേട്ടോ. ഒരു കിളിക്കൂടിനകത്തുള്ള തത്ത, കൂട്ടിലടച്ചിരിക്കുന്ന തത്തയുടെ അവസ്ഥയാണ്. വേണ്ട, നോക്കിക്കോ. ഇതിനകത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിട്ട് അടുത്ത തട്ട് സ്റ്റെപ്പ് കയറിയിട്ട് ഇതിനകത്തൂടെ ഇങ്ങനെ വരാം. ഇപ്പോൾ ഇവർ വരുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഓരോന്ന് കാണാൻ പറയാൻ പറ്റും. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഏകദേശം വന്നിട്ട് പകുതി പോലും ആയിട്ടില്ല. ഇനി ഒറ്റ ഏറിയിൽ 3 വീഴണം. എന്നാൽ യെസ്, എല്ലാം അതിൻ്റെതായ ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൂടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫുള്ള് കുട്ടികൾക്കുള്ള തന്നെയല്ലേ ഇവിടെ? എനിക്കും ജാനിക്കും മാത്രമേ ഉള്ളൂ. ഞാൻ കുട്ടി ജാനിക്കുട്ടി. ജാനിക്കുട്ടി. ഞാൻ പിന്നെ ശിവൻകുട്ടി. നീ വാസുകുട്ടി. ഇതിന്റെ ഭാര്യ നിന്റെ വാസു വസുട്ടാ. അപ്പൊ നമുക്ക് അടുത്ത റൈഡിലേക്ക് പോവാം, അല്ലെങ്കിൽ ചിലപ്പോ പണി വേണം. ഓക്കെ, അടുത്ത എങ്ങോട്ടാ പോകുന്നേ? വ്യൂ പോയിന്റ് കാണാനല്ലേ? വ്യൂ പോയിന്റ് കാണാനാണ്. അതുകൂടെ കണ്ടിട്ട് വ്യൂ പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ കണ്ടിട്ട് കഴിക്കാൻ പോവാം. ചോറ് പറഞ്ഞ ആ വ്യൂ പോയിന്റ് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. മൊട്ടം വെയിലത്ത്. പക്ഷെ കൊള്ളാം കേട്ടാ. വേണ്ട ഒരെണ്ണം തളർന്ന് കൊടയും കൊണ്ടുവന്ന്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കാണിച്ചത് നല്ല ആംബിയൻസ് ആണ്. എന്തായാലും നോക്കാം. അതായത് ഇവരുടെ ഫുള്ള് കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെ കുറേ റൈഡ് കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ നല്ല കൊള്ളാമല്ലേ? ഇതാണ് ഇവിടുത്തെ വ്യൂ. ഓക്കെ,
കയറിയില്ല, കാരണം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു റൈഡിലും കയറിയില്ല. ഇനിയാണ് തകർക്കാൻ. ഓക്കെ, യെസ്. എങ്ങനെയുണ്ട് റൈഡ്? എങ്ങനെയുണ്ട് റൈഡ്? എങ്ങനെയുണ്ട് ഗോപിയെ? അല്ല റൈഡല്ല, വ്യൂ കൊള്ളാം, അടിപൊളി അല്ലേ? അതാണ്. യെസ്, ഓക്കെ. ആന പാർക്കിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് ആനയുടെ മോഡലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചത്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ അത് കൊള്ളാം കേട്ടോ, ചെയ്തിരിക്കുന്നത് അത്ര അടിപൊളിയായിട്ടൊന്നല്ല. അതേമേ അവർ അതിൻ്റേതായ ആ പവറിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ആനയുടെ ആ ഒരു സാമ്പിളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആന പാർക്ക് എന്നാണ് പറയുന്നത്. ഗെയിമാണ്, പിള്ളേർക്ക് അതിനകത്ത് കയറി കറങ്ങി ഇറങ്ങി തിരിഞ്ഞ് വരാം. അതായത് ഇപ്പോൾ ഒരു മാജിക് കണ്ടിറങ്ങിയതുള്ളൂ, അതിൻ്റെ ആ ഒരു പവറിൽ നിൽക്കുകയാണ് അല്ലേ? യെസ് അല്ലേ? അതാണ് അടുത്ത റൈഡ്. അതൊരു വെറൈറ്റിയാണ്. നമുക്ക് അടുത്ത റൈഡ് ഏതാണെന്ന് നോക്കാം. ആദ്യം ഇതാ അടുത്ത് നമുക്ക് മണ്ണ് കോരുന്ന യന്ത്രത്തിൽ കയറിയിരുന്ന് മണ്ണ് കോരുകയാണ്. യെസ്, അതായത് JCB അല്ല, ഇത് കിറ്റാച്ചി. ഓക്കെ, ഇത് കിറ്റാച്ചിയാണ്, JCB അല്ല. കണ്ടാ ആ വാവ്, അവരുടെ ആ മുഖത്ത് ആ സന്തോഷം കണ്ടാ. ആദി എങ്ങനെയുണ്ട് ആദി? യെസ്, ഓക്കെ. അപ്പോൾ കിഗോ നമ്മുടെ ജാൻ ഇതണ്ടേ, ജാൻ ഇരിക്കണം നോക്ക്. ആ സൈഡിൽ ജാൻ തകർക്കുകയാണ്. മോൻ കുട്ടിയായിട്ടാണ് വേണ്ട ഇതൊക്കെ JCB ഒക്കെ ഓടിക്കണം എന്ന് പറയാം. പക്ഷേ ഈ മുതുക്കി എന്താണ് കാണിക്കുന്നത്? ഇവിടെ കുഴിക്കണത്, കുഴിയെടുക്കണത്. അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അടുത്ത ഗെയിം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വിമ്മിംഗ് പൂൾ ലാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത ഗെയിമിൽ പോവാടി. നമുക്കൊരു ഗെയിം കൂടെ, നമുക്കിനി എന്തൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ ഗെയിം അടുത്തത്. എന്നാൽ ഓക്കെ, ഗെയിമിൽ പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോവാം. ഓക്കെ, അടുത്ത ഗെയിമാണ്. ഈ ഗെയിമിൽ കയറുന്നില്ല. ഇതാണ് ഗെയിം കണ്ടോ. ഈ ഗെയിമിൽ നമ്മൾ കയറുന്നില്ല, ചാടി തെറിച്ച് പോകുന്നത് കൊണ്ട് ഈ ഗെയിമിൽ മാത്രം കയറുന്നില്ല. എങ്ങനെയുണ്ടടാ? കൊള്ളാം കേട്ടാ, നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും. കണ്ടോ ആ കളർ, അത് കാണുമ്പോഴാണ് ആ ഒരു രസമുള്ളത്. അതിങ്ങനെ അട്ടി വിടുകയാണ്. യെസ്, ഓക്കെ. ഏടാ അടിപൊളി. അപ്പോൾ അത്യാവശ്യം തിരക്കായത് കാരണം ബാക്കി നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ റൈഡ് പിന്നത്തേക്ക് വെച്ചിരിക്കുന്നു. അടുത്ത റൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഒരുപാട് റൈഡുകളുള്ള ഒരു സ്പോട്ടാണ് ഇത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ പറഞ്ഞു തരാം, ഉറപ്പായിട്ട് നിങ്ങൾ വരിക. ഓക്കെ, നല്ലത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ചെറിയൊരു ടീ ബ്രേക്ക്. നമുക്കിനി ചായ കുടിച്ചിട്ട് അടുത്ത് സ്പോട്ടിലേക്ക് പോകാം. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അത് ആദ്യം വരുന്നുണ്ട്. പിടിച്ചിരുന്ന യെസ്, ഏടാ സ്റ്റോപ്പ്. അടിപൊളി. ഏടാ ഓരെ സൂപ്പർ. നെക്സ്റ്റ് തള്ളിവിടെ കീർത്തി, നേരെ സ്ട്രൈറ്റ് ആക്കി തന്നെ വിട്ടോ. പിടിച്ചിരുന്നോ? ഒന്നും ചെയ്യില്ല, പിടിച്ചിരുന്നോ? നമ്മളിപ്പോ ആരായി? ഇത് നമ്മള് റൈഡ് മത്സരത്തിൽ വെച്ചിട്ട് നമ്മളെ തേച്ച് അവര് പോയി. നാണ്ട പോണു. ഇനിയിപ്പോ ഞാൻ മാത്രമായിട്ട് എന്തിനാ ഇരിക്കണേ? പിന്നെ എല്ലാവരും ചായ കുടിച്ചല്ലോ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നമ്മുടെ ലാസ്റ്റ് റൈഡാണ്. വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തൊക്കെയുണ്ട്, എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എൻട്രൻസ് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് അകത്ത് കയറാം. തുടക്കം ഓക്കെയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ കറക്റ്റ് വാട്ടർഫാൾസിൽ ഇറങ്ങുമ്പോഴത്തേക്കുള്ള ഫസ്റ്റ് ഇത് തുടക്കം ഇതാണ്. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി നോക്കാം, ബാക്കി എന്തൊക്കെയുണ്ടെന്ന് അറിയണ്ടേ. ഫസ്റ്റ് സ്വിമ്മിംഗ് പൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട ഇതുപോലെ റെയിൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഗെയിമുകൾ കുറേ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ളത് അങ്ങോട്ടാണ് നമുക്കിനി പോകാനുള്ളത്. അപ്പോൾ നമുക്ക് തുടക്കം ഇവിടെ നിന്ന് തുടങ്ങി പോകാം അല്ലേ? യെസ്. നീ ഇറങ്ങില്ലേ? പനി അടിച്ച് അവൻ ഇറങ്ങുന്നില്ല. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ, പോയിട്ടാ. അടിപൊളി ഒരു വ്യൂ പോയിന്റ് നിന്നുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പൂളിലും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. കുറേ ഒരു ഹായ് കാണിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. എന്താ പേരെന്താ? അമൽ. എന്താ പേര്? എത്രയല്ല പഠിക്കുന്നത്?
ഇനി 4th-ലോ? ആദ്യം കീർത്തിയും ദാ പോവുകയാണ്. റെഡി? പതുക്കെ പോണം. ഓക്കെ അല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. യെസ്. ആദ്യം ഫ്രണ്ടിൽ നിന്ന് പോയി. കീർത്തി പോണതേ ഉള്ളൂ. യെസ്. നീ പോണില്ലേ? ഓക്കെ പറ്റോ? യെസ്. പോകുന്നു. മൂക്കിൽ വെള്ളം കയറാൻ നോക്കിയാൽ പറ്റോ? ഞാൻ ഇറങ്ങിയില്ല കേട്ടോ, കാരണം ഞാനും കിഷോറും ഇറങ്ങില്ല. കാരണം ജലദോഷം ഉള്ളതുകൊണ്ടാണ് ഇറങ്ങാത്തത്. കാരണം ഇതിലിറങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ നേരം കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാത്തത്. ഓക്കെ. അടുത്ത റൈഡെന്ന് പറയുന്നത് ഇതാണ്. അടുത്ത റൈഡ് ആദ്യം അവിടെ നിന്ന് വരുന്നുണ്ട്. യെസ്, ആദ്യം ഇങ്ങെത്തി. യെസ്. അടുത്തതാ കീർത്തി വരാൻ പോവുകയാണ്. കീർത്തിക്കുമ്പോൾ ഒരു കുട്ടി നിൽക്കുകയാണ്. അതെ, ഈ റൈഡ് എങ്ങനെയുണ്ടാ? ഷേ വാവ്, അകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന DJ പോലെ. ഈ റെഡ് ഗ്രീനൊക്കെ കാണുന്നില്ല, അത് DJ പോലെ എന്നാണ് പറയുന്നത്. അടുത്ത് കീർത്തി വരാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷെ ഒരുപാട് ഗെയിംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഇത് ഒരു വെറൈറ്റി ഗെയിമാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പാമ്പ് വിളയും പോലെ വിളങ്ങി നിൽക്കുന്നതാണ്. അതടുത്ത് കീർത്തി ഇപ്പോൾ വരുന്നതാണ്. എവിടെ വാ, എവിടെ കീർത്തി ഇപ്പോൾ വരും. എവിടെ 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 വന്നില്ലേ? അടുത്ത് കീർത്തിയാണ് വരുന്നത്. കീർത്തിയുടെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. യെസ്. എവിടെ കീർത്തി? എവിടെ? കീർത്തിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. കീർത്തിയെ കാണാനില്ല. മാങ്ങി പോയാ? പറഞ്ഞാ വന്നു. യെസ്. ഓക്കെ അല്ലേ? എടാ എങ്ങനെയുണ്ടത്? അതാ ലേറ്റ്. അടിപൊളി. അടുത്ത ഗോപിക അവിടെ ചാടിയാണ്. അതിന് മുമ്പ് ആദ്യം അവള് മൂക്കി പിടിച്ച്. അടുത്ത റൈഡ് നമുക്ക് കാണാം ഏതാന്ന്. ആദ്യം ഇനിയിപ്പോ വരും. ഇതാണ് അടുത്ത റൈഡ് വരുന്നത് നമുക്ക്. ഇതിലിപ്പോൾ ആദ്യം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ആദ്യത്തെ എക്സ്പീരിയൻസ്. യെസ്. പോയിടാ മോനെ, എന്തുവാ അത്? മൂക്കിനകത്തൊക്കെ വെള്ളം കയറി. ഓക്കെ. കീർത്തി അതേടാ, വരുന്നു കീർത്തി. യെസ്. അടുത്ത് വരുന്നത് അടുത്ത് ഗോപികയാണ്. എങ്ങനെയുണ്ട് ഇത്? ഓക്കെ അല്ലേ? അടുത്ത് ഗോപികയാണ് വരുന്നത്. ഗോപിക എവിടെ 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 എവിടെ? അയ്യോ, ഞാൻ വിളിച്ചു. അതാ ഗോപി. അവള് പിടിച്ചു. അടുത്തത് ഒരു കിടില റൈഡാണ്. നമുക്കത് പോയി നോക്കാം. അടുത്ത റൈഡ് ഇതാണ്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം എക്സ്പീരിയൻസ്. ആരാണ് ആദ്യം വരുന്നത് നോക്കാം. ആദ്യമല്ല, ആദ്യക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഗോപികയും കീർത്തിയും ആദ്യമാണ് വരുന്നത്. ആദ്യം ആരാണ് വരുന്നത് നോക്കാം. വെയിറ്റിംഗ് ആണ്. അത് വേറെയാണ്. ഈ എവിടെ? നെക്സ്റ്റ്. അത് ആരോ ഒരാൾ കൈപൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ആരാണ്? ഞാൻ കുളിച്ചു. എടാ മോനെ. ഓ ദൈവമേ, ആരാണ് വരുന്നത്? എടാ ആദി, ചാടിക്കോ. യെസ്. നീ എങ്ങനെ ഉണ്ടായിരുന്നത് ആദി? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. നെക്സ്റ്റ് അമ്മയായിരിക്കോ? ഓക്കെ. കീർത്തിയാണെന്നാണ് പറയുന്നത്. നോക്കട്ടെ എവിടെ. വെയിറ്റ്. വന്നു. യെസ്. ചന്തി ഇടിച്ചതാ കയറിപ്പോയി. ഇനി ഗോപിക. നെക്സ്റ്റ് ഗോപികയാണ്. ഗോപിക എവിടെ നോക്കട്ടെ. ഗോപിക മാറിക്കോടാ രാമു. ജസ്റ്റ് മിസ്. ഓക്കെ. ഇവിടുത്തെ എല്ലാ റൈഡുകളും വെറൈറ്റി ആണ്. അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ജാൻ ഇവിടെയാണ്. അത് കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ ഇതിലാണ് ജാനി കളിക്കുന്നത്. വൈകുന്നേരം രാത്രി ഇപ്പോൾ എത്ര മണിയായി? ഏകദേശം 8 മണി അടുപ്പിച്ചാവാറായി. 9 മണി വരെ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആക്റ്റീവ് പ്ലാനറ്റിൽ നിന്നും നമ്മൾ ഇറങ്ങിയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയൂ. എങ്ങനെയുണ്ട് ആദി? സൂപ്പർ. ആദി
കുട്ടികൾക്ക് ഒന്ന് എൻജോയ് ചെയ്യാം ആദ്യമല്ല അല്ല കീർത്തി കുട്ടികൾക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഓക്കെ ഓക്കെ സ്റ്റോപ്പ് ഓക്കെ. അടിപൊളിയായിരുന്നു. ഇവർക്ക് തന്നെ കൂടുതലുള്ളത് അല്ലേ കുട്ടികൾക്ക്? അതാണ്. പക്ഷെ നമ്മൾ ഇറങ്ങിയില്ലേ? ഇവര് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നു. ഇവർ രണ്ടും പറഞ്ഞത് എനിക്ക് സ്വന്തം അഭിപ്രായം ഇല്ലാത്തതാണ് ഞാൻ. നിങ്ങൾ അത് പറഞ്ഞ തന്നെ കാര്യം. ഓക്കെ. അപ്പോൾ ആസ്വദിക്കുക. അടിപൊളി. ഓക്കെ. അപ്പോൾ എന്തായാലും ഷോക്ക് ഫാമിലിയുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.